പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ ഗാന്ധിയുടെ കൊച്ചുമകളാന്ന് വിചാരിക്കും. ഗാന്ധി അവരായിട്ട് ഒരു ബന്ധമില്ല. ആളെ പറ്റിക്കാനായി ഈ ഗാന്ധി പറയുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താവിന്റെ പേരാ വെക്കേണ്ടത്. ആരാ ഭർത്താവ്? വാദ്ര. പ്രിയങ്ക വാദ്ര എന്ന് എഴുതേണ്ടത്. അതിന് പകരം ഗാന്ധിയുടെ പേര് പറഞ്ഞ് ബഹുമാനം കിട്ടാൻ വേണ്ടി നടക്കുക. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവല്ലല്ലോ ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ അച്ഛനുമല്ല മഹാത്മാഗാന്ധി. ഫിറോസ് ഗാന്ധി എന്ന് പറയുന്ന ഒരാളായിരുന്നുവെങ്കിൽ ആ ന്യായം പറഞ്ഞിട്ടാണോ? എങ്കിൽ രാജീവ് ഗാന്ധിക്ക് എന്ത് ന്യായം? അതൊക്കെ രാഷ്ട്രീയമായ തട്ടിപ്പുകളാണ്. ഈ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് വാദ്ര വലിയ ബിസിനസ്സുകാരനാണ്, കോടീശ്വരനാണ്. ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ ആസ്തിയുള്ള വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം നടത്തിയ തട്ടിപ്പിനെതിരായി കേസുകൾ വന്നപ്പോൾ BJP ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യം കിട്ടാൻ 170 കോടി രൂപ BJPക്ക് സംഭാവന കൊടുത്ത ആളാണ്. പാലക്കാട്ടെ വിജയത്തെ അങ്ങ് ആഘോഷിച്ച് കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റമാണെന്നൊക്കെ പറഞ്ഞ് വലിയ അപസർപ്പക കഥകൾ, ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചാൽ കിട്ടുന്ന അനുഭൂതി പോലെ ഉണ്ടാക്കുന്ന വാർത്തകളാണ് എഴുതിയത്. നിങ്ങൾ നോക്കൂ, മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ഒരിക്കലും ജനങ്ങളോട് പറയാൻ ഈ മാധ്യമങ്ങൾ തയ്യാറായില്ല. പത്രങ്ങൾ തലക്കെട്ടാക്കുക, ടെലിവിഷൻ ചാനലുകളിൽ കുറെ ആളുകൾ ഇരുന്ന് ദിവസങ്ങളോളം ചർച്ച നടത്തുക, LDFനെ പ്രതിക്കൂട്ടിലാക്കിയിട്ട്. നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രി അങ്ങനെ പെരുമാറുന്നു, ഇങ്ങനെ പെരുമാറുന്നു, പരുഷമായി സംസാരിക്കുന്നു എന്നെല്ലാമുള്ള ആക്ഷേപങ്ങൾ എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ കടന്നു വന്ന പത്രക്കാരോട് നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞു. പത്രസമ്മേളനം വിളിച്ചിട്ടില്ല, പത്രക്കാർ പങ്കെടുക്കേണ്ട മീറ്റിംഗ് അല്ല, അവർക്ക് അറിയിപ്പില്ല, അവരങ്ങനെ ഇടിച്ചു കയറി വന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട, നിങ്ങൾ പോകണം എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? അതിന് കണക്കു പുറത്ത് മുഖ്യമന്ത്രി ആക്രോശിച്ചു. മുഖ്യമന്ത്രി അങ്ങനെ പറയാവോ? എത്ര കാലം ചർച്ച ചെയ്തു? ഇപ്പോഴും ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയാൽ. എന്നാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറയാ, BJPക്കെതിരായി വാർത്ത എഴുതിയ ഒരൊറ്റ എണ്ണത്തിനെയും വെറുതെ വിടില്ല, നിങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്യും. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് ഈ ഭീഷണിപ്പെടുത്തിയത്. ആർക്കെങ്കിലും പരാതി ഉണ്ടായോ? ആരെങ്കിലും വാർത്തയാക്കിയോ? ഏതെങ്കിലും പത്രത്തിന് എന്തെങ്കിലും പ്രയാസം തോന്നിയോ? എങ്ങനെയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് പെരുമാറുന്നത് എന്നതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ മുതലാളിയാരാ? മുൻ കേന്ദ്രമന്ത്രിയും RSSകാരനുമായ രാജീവ് ചന്ദ്രശേഖരൻ. വലിയ മുതലാളിയാ, കോടീശ്വരനാ. കേരളത്തിൽ ആദ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം നടത്തിയിരുന്ന ഒരു വൻകിട കമ്പനി ഉണ്ടായിരുന്നു, BPL. ടെലിവിഷൻ സെറ്റും മൊബൈൽ ഫോണും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അതിന്റെ ചെയർമാൻ ആയിരുന്നു നമ്പ്യാർ. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ച്. മലയാളിയാണ്, ബാംഗ്ലൂരിലായിരുന്നു ആസ്ഥാനം. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ്. വലിയ വ്യവസായിയാണ്. ഈ വ്യവസായികൾക്കെല്ലാം നേട്ടമുണ്ടാക്കുന്ന നയങ്ങളാണ് BJP ഗവൺമെന്റ് നടപ്പാക്കുന്നത്, കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പാക്കിയത്. അവര് നിങ്ങളെ സഹായിക്കുമോ? അവരുടെ വർഗ താല്പര്യം കോൺഗ്രസ് BJP നയങ്ങളോട് ആഭിമുഖ്യം പുലർത്തലാണ്. ഓരോ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. തകർത്തുകൊണ്ട്, മതനിരപേക്ഷത തകർത്തുകൊണ്ട് രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് RSS ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ അതിനുള്ള അധികാരം കരസ്ഥമാക്കാനാണ് അവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചത്. അതിനെ ദേശീയ തലത്തിൽ നേരിടാനും ഒരു ബദലായി മതനിരപേക്ഷ ശക്തികളെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിനും മുൻഗണന നൽകണമെന്നായിരുന്നു പൊതുവിൽ ജനങ്ങളുടെ ഒരു അഭിലാഷം. കേരളത്തിലും അതാണ് പ്രതിഫലിച്ചത്. ദേശീയ തലത്തിൽ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ ശക്തി ഇടതുപക്ഷ പാർട്ടികൾക്കില്ല. CPIM-നില്ല, CPI-ക്കില്ല. നമുക്ക് സ്വാധീനമുള്ളത് ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ഒന്ന് കേരളമാണ്. ബംഗാളിൽ സീറ്റൊന്നും കിട്ടുന്നില്ലെങ്കിലും ബംഗാളിൽ ഇപ്പോഴും ജനപിന്തുണയുണ്ട്. ത്രിപുര തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും നമുക്ക് ജനപിന്തുണയുള്ള സ്റ്റേറ്റാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ചെറിയ സ്വാധീനമാണുള്ളത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഇവിടെയൊക്കെ അല്പം സ്വാധീനമുണ്ട്, പക്ഷെ നിർണായകമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കുക എന്ന് മതനിരപേക്ഷ ശക്തികൾ ആലോചിച്ചു.
അതിന് മതനിരപേക്ഷ പാർട്ടികൾക്ക് പിന്തുണ നൽകുന്നതാണ് ഉചിതമെന്ന് ജനങ്ങൾ കരുതി, ഒരു വിഭാഗം ആളുകൾ കരുതി. ഇടതുപക്ഷ പാർട്ടികളെ നിഷേധിച്ചതല്ല അവർ, ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതാ, ആ തെരഞ്ഞെടുപ്പിനോടുള്ള നിലപാട്. കേരളത്തിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റെങ്കിലും 21 2 കൊല്ലം കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചില്ലേ, വൻ വിജയം നേടിയില്ലേ? 2019 വോട്ട് ചെയ്ത മനുഷ്യർ തന്നെയാണ് 21 വോട്ട് ചെയ്തത്, വേറെ പുതിയ ആളുകൾ ഒന്നല്ല. 2016 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന LDFന് 2ാം തവണയും തുടർച്ചയായ അധികാരം കിട്ടി. അത് കേരള ചരിത്രത്തിലാദ്യമാണ് കേരളം ഭരിച്ച ഒരു ഗവൺമെന്റിന് കാലാവധി കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിലും അധികാരം കിട്ടുന്നത്. അത് LDFനാണ് കിട്ടിയത്. ഇതാണ് ജനങ്ങൾ, ഇതാണ് ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം. 2019 ദേശീയ തലത്തിലുള്ള അതേ രാഷ്ട്രീയ സാഹചര്യമാണ് 21 ഉണ്ടായിരുന്നത്. മോദിയും സംഘവും 400 സീറ്റാണ് ഈ തവണത്തെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരികയാണ്. കേന്ദ്ര ഭരണം, ദേശീയ മാധ്യമങ്ങൾ, കുത്തക മുതലാളി വർഗം നൽകിയ കോടാനുകോടി രൂപ പണം, ഈ സ്വാധീനം മുഴുവൻ ഉപയോഗിച്ച് അവർ രാജ്യം പിടിക്കാൻ വരികയാണ്. ഭരണഘടന ഭേദഗതി ചെയ്തും ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം മാറ്റും എന്ന് RSS പ്രഖ്യാപിക്കുകയാണ്. ആ ലക്ഷ്യം നേടാനുള്ളവരുടെ പോക്കിനെ തടയുക എന്നതായിരുന്നു ജനങ്ങളുടെ മുമ്പിലുള്ള മുഖ്യ രാഷ്ട്രീയ ചുമതല. അതനുസരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ വിധിയുണ്ടായത്. മോദി ആഗ്രഹിച്ചതുപോലെ വിജയിച്ചില്ല, ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. 240 സീറ്റേ BJP കിട്ടിയിട്ടുള്ളൂ. ഭരിക്കാനുള്ള ഭൂരിപക്ഷമാകണമെങ്കിൽ 273 മണ്ഡലങ്ങളിൽ ജയിക്കണം. അത് BJPക്ക് ഉണ്ടായില്ല. 400 ലക്ഷ്യം. ഒരർത്ഥത്തിൽ BJPക്ക് നല്ല തിരിച്ചടിയാണ് കിട്ടിയത്. അവരുടെ ഘടകകക്ഷികൾ, പ്രധാനമായും ആന്ധ്രാപ്രദേശിലെ തെലുങ്കുദേശം, ബീഹാറിലെ യുണൈറ്റഡ് ജനതാദൾ, ആ 2 പാർട്ടികൾ പിന്തുണ നൽകിയാൽ മാത്രമേ മോദിക്ക് ഭരിക്കാൻ പറ്റൂ. അങ്ങനെയാണ് ഇപ്പൊ ഭരണം നടക്കുന്നത്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ പാർലമെന്റിൽ BJP മുന്നണിക്കില്ല. നിർണായകമായ തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ പറ്റില്ല. പാർലമെന്റിലെ പ്രതിപക്ഷത്തിന് 230 സീറ്റുകളുണ്ട്, കോൺഗ്രസിന് 100 സീറ്റുകളുണ്ട്. ബാക്കിയുള്ള പ്രാദേശിക പാർട്ടികൾ, സമാജ്വാദി പാർട്ടി 46 സീറ്റുകളുണ്ട്. DMK, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്, ഈ പ്രാദേശിക പാർട്ടികൾക്കെല്ലാം ഗണ്യമായ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സാഹചര്യം നിഷേധിച്ചുകൊണ്ടാണ് കേരളത്തിൽ എന്തോ അബദ്ധം സംഭവിച്ചു, 24 തെരഞ്ഞെടുപ്പിൽ LDF തോറ്റു, LDF പിറകോട്ട് പോവുകയാണ് എന്ന പ്രചാരവേല ഇവിടെ നടത്തുന്നത്. ഈ പ്രചരണം നടത്തുന്നതിൽ UDFും BJPയും മാത്രമല്ല, മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സംഘടിതമായി ഇടതുപക്ഷത്തിനെതിരായി പ്രചാരവേല നടത്തുകയാണ്. ഇപ്പൊ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എന്തൊക്കെയാ പ്രചരണം? പാർട്ടിക്കുള്ളിൽ കുഴപ്പം, തർക്കം, പലയിടത്തും പ്രശ്നങ്ങൾ. CPIM എന്ന് പറയുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്. CPIM എന്ന പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കോൺഗ്രസിന്റെ ജനാധിപത്യ സ്വഭാവമല്ല CPIMനുള്ളത്. അതിന്റെ ആകെ സംഘടനാ രൂപം ഞാൻ പറയുന്നില്ല. ആയിരക്കണക്കിന് പാർട്ടി ഘടകങ്ങളിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. 14 ജില്ലാ കമ്മിറ്റികൾ, അതിന്റെ താഴെ ഓരോ ജില്ലയിലും 14, 15, 16 തോതിലൊക്കെയുള്ള ഏരിയ കമ്മിറ്റികളുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു 300ഓളം ഏരിയ സമ്മേളനങ്ങൾ വരും. അതിന്റെ താഴെ ആയിരക്കണക്കിന് ലോക്കൽ സമ്മേളനങ്ങൾ, 10,000കണക്കിന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ. അതിലേതെങ്കിലും 1, 2 ഇടത്ത് ഏതെങ്കിലും പ്രശ്നത്തെ ആസ്പദമാക്കി എന്തെങ്കിലും ചെറിയ തർക്കങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് ഈ പാർട്ടി ആകെ പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞ് യാതൊരു അർത്ഥവുമില്ല. അത്തരം പ്രശ്നങ്ങളൊക്കെ സംഘടനാപരമായി കൈകാര്യം ചെയ്യാനുള്ള സംഘടനാ ബലം, സംഘടനാ കരുത്ത് CPIMനുണ്ട്.
ഇന്നും ഇന്നലെയുമായി വാർത്ത, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് ഒരു അഡ്വോക് കമ്മിറ്റി ഉണ്ടാക്കി. സംഘടനാപരമായ ഒരു നിലപാട് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചതാണ്. കൊല്ലം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചതാണ്. ജില്ലാ കമ്മിറ്റികൾ പിരിച്ചുവിട്ട് അഡ്വോക് കമ്മിറ്റി ഉണ്ടാക്കിയ ചരിത്രമുണ്ട് CPIM-ന് കേരളത്തിൽ. തൃശൂർ ജില്ലാ കമ്മിറ്റി ഒരിക്കൽ പിരിച്ചുവിട്ടില്ലേ? എന്നിട്ട് അഡ്വോക് കമ്മിറ്റി ഉണ്ടാക്കിയില്ലേ? അതുപോലെ മറ്റു ചില ജില്ലകളിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സംഘടനാപരമായ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും CPM ചെയ്യാറില്ല. പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾ എവിടെ ലംഘിക്കപ്പെട്ടാലും കർശനമായ നടപടി സ്വീകരിക്കും. അതാണ് പാർട്ടിയുടെ അച്ചടക്കം. ഇതൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്. കോൺഗ്രസിനെ പോലെ ബൂർഷ്വാ പാർട്ടികളെ പോലെ ആർക്കും എന്തും പറയാം ചെയ്യാം എന്ന നിലയിൽ പ്രവർത്തിച്ചു പോകാൻ ഒരാളെ അനുവദിക്കില്ല. അതാണ് ഈ പാർട്ടിയുടെ സ്വഭാവം. അതുകൊണ്ട് ഇത്തരം തെറ്റ് തിരുത്തൽ നടപടികൾ പാർട്ടി സ്വീകരിക്കുന്നത് പാർട്ടിയുടെ ആരോഗ്യം കൊണ്ടാണ്. അത് പാർട്ടിയെ വളർത്തുകയേ ഉള്ളൂ, ദുർബലമാക്കില്ല. ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്തോ വലിയ കുഴപ്പം നടക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ നടന്ന ലോക്കൽ സമ്മേളനത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇവിടെ നടന്ന ഏരിയ സമ്മേളനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇവിടെ പറഞ്ഞില്ലേ, 21 അംഗ ഏരിയ കമ്മിറ്റിയെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. ജില്ലാ സമ്മേളനത്തിലേക്ക് പോകേണ്ട പ്രതിനിധികളെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. എല്ലാ ഏരിയകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് പുതിയ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത്. എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഭൂരിപക്ഷം ജില്ലകളിലും ഒരു പ്രശ്നമില്ല. മഹാഭൂരിപക്ഷം ഏരിയ കമ്മിറ്റികളിലും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതൊരു ലോക്കൽ സമ്മേളനത്തിലുണ്ടായ പ്രശ്നത്തെ ആസ്പദമാക്കിയാണ് ഈ വാദപ്രതിവാദം നടന്നത്. ഇത്തരം പ്രചാരവേല. മാധ്യമങ്ങൾക്കൊരു അജണ്ടയുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. മാധ്യമങ്ങൾ അവരുടെ ഉടമസ്ഥന്മാരുടെ താല്പര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. ദേശാഭിമാനി പ്രവർത്തിക്കുന്ന അതിന് ഉടമസ്ഥന്മാരുടെ താല്പര്യത്തിനനുസരിച്ചാണ്. അതിന്റെ ഉടമസ്ഥർ ജനങ്ങളാണ്. നിങ്ങളാണ് ദേശാഭിമാനിയുടെ മുതൽ മുടക്കുകാർ, ജനങ്ങൾ. ദേശാഭിമാനി സ്ഥാപിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫണ്ട് ശേഖരണത്തിനിറങ്ങിയപ്പോൾ ഒരു കർഷക മാതാവ്, പാലോറ മാത എന്ന ഒരു വൃദ്ധയായ ഒരു സ്ത്രീ, ഒരു സഖാവ്, അതിന് സംഭാവന കൊടുക്കാൻ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു, ഒരു പശുവും കിടാവും. ആ പശുക്കുട്ടിയെ കഴുത്തിൽ കയറിട്ട് ആ പശുക്കുട്ടിയെ പാർട്ടി സഖാക്കളെ ഏൽപ്പിച്ചു. ദേശാഭിമാനിക്ക് എന്റെ വക സംഭാവന. പാലോറ മാതയുടെ പശുക്കിടാവ് മുതൽ ഈ നാട്ടിൽ അധ്വാനിക്കുന്ന മനുഷ്യരുടെ വിയർപ്പിന്റെ നാണയത്തുട്ടുകൾ ശേഖരിച്ചാണ് ദേശാഭിമാനി സ്ഥാപിച്ചത്, അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഉടമസ്ഥരായ പാവപ്പെട്ട ജനങ്ങളുടെ താല്പര്യം മാത്രമേ ആ പത്രത്തിൽ എഴുതൂ. ശത്രുക്കളുടെ വർഗശത്രുക്കളുടെ അവരെ താലോലിച്ച് താരാട്ടുപാടുന്ന ഒരു വാർത്തയും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റില്ല. മതം നോക്കി പൗരത്വം കൊടുക്കുന്ന നിയമത്തെ CPM എതിർക്കുന്നു. ഒരു ശരിയായ നിലപാടാണത്. പക്ഷെ ഇവിടെ പ്രചരിപ്പിച്ചത് ഇത് മുസ്ലിം പ്രീണനം. കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ കമ്പനിയാണ് MRF, മദ്രാസ് റബ്ബർ ഫാക്ടറി. നേരത്തെ ഫയർസ്റ്റൺ പോലുള്ള വൻകിട കമ്പനികളുണ്ടായിരുന്നു. ഇപ്പൊ അവരെയൊക്കെ മറികടന്ന് 1-ാം സ്ഥാനത്ത് ഈ MRF ആണ്. വാഹനങ്ങൾ ഇങ്ങനെ എണ്ണം പെരുകുന്നതിനനുസരിച്ച് ടയർ ആവശ്യമാണ്. ആ ബിസിനസ് നല്ല ബിസിനസ്സാണ്. ഈ ടയർ ഉൽപ്പാദിപ്പിക്കുന്നത് വൻകിട കമ്പനികളിലാണ്, ടയർ കമ്പനികൾ. അപ്പോളോ ടയർ തൃശ്ശൂരിൽ കമ്പനി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഡൺലപ്പ് എന്ന കമ്പനികൾ കേട്ടിട്ടില്ലേ? വലിയ കമ്പനികളിലാണ് അത് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമായ അസംസ്കൃത വസ്തു, റോ മെറ്റീരിയൽ റബ്ബറാണ്. റബ്ബർ മരങ്ങളിൽ നിന്ന് പാൽ എടുത്ത് അത് ഉറപ്പിച്ച് ഷീറ്റാക്കി അത് പ്രോസസ് ചെയ്തിട്ടാണ് ഈ റബ്ബർ ടയർ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ വലിയ റബ്ബർ കൃഷിയുണ്ട്. കോട്ടയം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ, കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ, അതുപോലെ തൃശ്ശൂർ ജില്ലയുടെ ചില പ്രദേശത്ത് ഇങ്ങനെ റബ്ബർ കൃഷിയുണ്ട്. 1,00,000-ലധികം തൊഴിലാളികൾ റബ്ബർ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് വലിയ റബ്ബർ തോട്ടം മുതലാളിമാരുണ്ട്, ഒരുപാട് ചെറുകിട തോട്ട ഉടമസ്ഥരുണ്ട്. 1 കിലോ റബ്ബറിന് റബ്ബർ പാലെടുത്ത് ഉറപ്പിച്ച ഷീറ്റ്, അതിന്റെ 1 കിലോയ്ക്ക് 400 രൂപ വരെ വില കിട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്, നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ഒരു കരാർ ഉണ്ടാക്കുന്നത്. മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങളിൽ
ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന് കേരളത്തിലെ റബ്ബറിനേക്കാൾ വില കുറവാണ്. അവിടെ റബ്ബറിന്റെ ഉൽപാദനം കൂടുതലാണ്, ഈൽഡ് കുറവാണ്. ഓരോ മരത്തിൽ നിന്ന് കിട്ടുന്ന റബ്ബർ പാല് ഇവിടത്തേക്കാൾ കൂടുതൽ കിട്ടും. അതുകൊണ്ട് വിൽക്കുമ്പോൾ അതിന്റെ വില കുറവാണ്. ആ വില കുറഞ്ഞ റബ്ബർ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ നമ്മുടെ നാട്ടിലെ റബ്ബർ കൃഷി തകരും. അതിനോട് മത്സരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് അടച്ചുപൂട്ടേണ്ടി വരും. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യാറുള്ളത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കിനൊരു നികുതി ചുമത്തും. ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇറക്കുമതി ചുങ്കം. ആ നികുതിയും കൂടി ചേർത്ത വിലയാണ് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് ഇന്ത്യയിൽ വരിക. അപ്പൊ നമ്മുടെ നാട്ടിലെ വിലയോട് ചേർന്ന് നിന്നാൽ നമ്മുടെ കൃഷി നടക്കും. ഇതെല്ലാ ഉൽപ്പന്നങ്ങൾക്കും ബാധകമാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ആ ഡ്യൂട്ടിയിൽ കുറവ് വരുത്തുന്ന ഒരു കരാർ ഉണ്ടാക്കി കോൺഗ്രസ് ഗവൺമെന്റ്. ആസിയാൻ കരാർ എന്നാണ് അതിന്റെ പേര്. ആ കരാറ് ഇവിടുത്തെ കൃഷിയെ തകർക്കുമെന്ന മുദ്രാവാക്യം മുഴക്കി മനുഷ്യച്ചങ്ങല തീർത്തത് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഓർക്കുന്നുണ്ടാവും. CPIM വടക്ക് മുതൽ തെക്ക് വരെ നമ്മൾ സമരം ചെയ്തു. ഗവൺമെന്റ് നയം മാറ്റിയില്ല. റബ്ബർ ഇറക്കുമതി തുടങ്ങി. കേരളത്തിലെ റബ്ബറിന്റെ വില 150 രൂപയിൽ താഴേക്ക് വന്നു. റബ്ബർ കൃഷി നടത്താൻ പറ്റാത്ത അവസ്ഥയായി. തോട്ടങ്ങൾ പൂട്ടിയാൽ 1 ലക്ഷം തൊഴിലാളികൾ വെള്ളത്തിലാവും. മാത്രമല്ല കേരളത്തിലെ വലിയൊരു നാണ്യവിള ഇല്ലാതാവും. നമ്മുടെ മലയോരങ്ങളിലെ പ്രധാന കൃഷിയാണിത്. അപ്പൊ കേരള ഗവൺമെന്റ് തീരുമാനിച്ചത് എന്താണെന്നറിയോ? 1 കിലോ റബ്ബറിന് 150 രൂപയെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നതും 150 തമ്മിലുള്ള വ്യത്യാസം കേരള സർക്കാർ നൽകിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് റബ്ബർ തോട്ടങ്ങൾ അടച്ചുപൂട്ടാതിരിക്കുന്നത്. നമ്മുടെ ഖജനാവിൽ നിന്നുള്ള പണം വളരെ പ്രയാസപ്പെട്ട് ഈ കൃഷിയെ സംരക്ഷിക്കാൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളാണ് കൊടുക്കുന്നത്, നിങ്ങളുടെ പണമാണ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ തരത്തിൽ കൃഷിക്കാരെയും കേരളത്തെയും വഞ്ചിച്ച് കുത്തക മുതലാളി വർഗത്തിന് സഹായം നൽകിയവരാണ് കോൺഗ്രസ് ഗവൺമെന്റ്. MRF എന്ന മുതലാളി അതിന്റെ ഗുണഭോക്താവാണ്. അവർക്ക് ഗുണം കിട്ടുന്ന ഒരു നയത്തെ എതിർത്ത CPIM-നെ അനുകൂലിക്കണോ അവർ? അല്ലോ അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസിനെ അനുകൂലിക്കണോ? ഇപ്പോഴത്തെ BJP ഗവൺമെന്റും അതേ നയം തുടരുന്നു. ആരെ സഹായിക്കും അവര്? വളരെ വ്യക്തമല്ലേ ഉത്തരം? അവരെ സഹായിച്ചവരെ അവര് സഹായിക്കും. ഒരു മനോരമയുടെ മാത്രം പ്രശ്നമല്ലേ ഇത്? ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ മുതലാളിയാരാ? മുൻ കേന്ദ്രമന്ത്രിയും RSSകാരനുമായ രാജീവ് ചന്ദ്രശേഖരൻ. വലിയ മുതലാളിയാ, കോടീശ്വരനാ. കേരളത്തിൽ ആദ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം നടത്തിയിരുന്ന ഒരു വൻകിട കമ്പനി ഉണ്ടായിരുന്നു, BPL. ടെലിവിഷൻ സെറ്റും മൊബൈൽ ഫോണും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അതിന്റെ ചെയർമാൻ ആയിരുന്നു നമ്പ്യാർ. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ച്. മലയാളിയാണ്, ബാംഗ്ലൂരിലായിരുന്നു ആസ്ഥാനം. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവാണ്. വലിയ വ്യവസായിയാണ്. ഈ വ്യവസായികൾക്കെല്ലാം നേട്ടമുണ്ടാക്കുന്ന നയങ്ങളാണ് BJP ഗവൺമെന്റ് നടപ്പാക്കുന്നത്, കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പാക്കിയത്. അവര് നിങ്ങളെ സഹായിക്കുമോ? അവരുടെ വർഗ താല്പര്യം കോൺഗ്രസ് BJP നയങ്ങളോട് ആഭിമുഖ്യം പുലർത്തലാണ്. ഓരോ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. ആ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇടതുപക്ഷത്തെ ആക്രമിക്കുകയാണ്, ഇടതുപക്ഷത്തിനെതിരായി കഥകൾ എഴുതുകയാണ്, നുണക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ഓരോ സന്ദർഭത്തിൽ ഇപ്പൊ നോക്കൂ, കേരളത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പാലക്കാട്, ചേലക്കര, വയനാട് പാർലമെന്റ് മണ്ഡലം. ഇതേ സന്ദർഭത്തിലാണ് 2 സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നത്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, 2 സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ. 2 സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പുകളേക്കാൾ പ്രധാനമാണോ കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകൾ? ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ ആര് ജയിച്ചാലും തോറ്റാലും കേരള ഭരണത്തെ ബാധിക്കില്ല, കേന്ദ്ര ഭരണത്തെയും ബാധിക്കില്ല. എന്നിട്ടും എന്തൊരു പ്രാധാന്യമാണ് കൊടുത്തത് ചില പത്രങ്ങൾ. വയനാട് മണ്ഡലം രൂപം കൊണ്ട കാലം മുതൽ UDF മാത്രം ജയിച്ച മണ്ഡലമാണ്. UDFന് വലിയ സ്വാധീനമുള്ള മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിയോജക മണ്ഡലം, ഏറനാട് മണ്ഡലം, വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ അടുത്ത കാലത്ത് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞ മാനന്തവാടി മാത്രമാണ്. സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും തുടർച്ചയായി UDF ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെയാണ് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ വന്ന് മത്സരിക്കുന്നത്.
പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ ഗാന്ധിയുടെ കൊച്ചുമകളാന്ന് വിചാരിക്കും. ഗാന്ധി അവരായിട്ട് ഒരു ബന്ധമില്ല. ആളെ പറ്റിക്കാനായി ഈ ഗാന്ധി പറയുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താവിന്റെ പേരാ വെക്കേണ്ടത്. ആരാ ഭർത്താവ്? വാദ്ര. പ്രിയങ്ക വാദ്ര എന്ന് എഴുതേണ്ടത്. അതിന് പകരം ഗാന്ധിയുടെ പേര് പറഞ്ഞ് ബഹുമാനം കിട്ടാൻ വേണ്ടി നടക്കുക. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവല്ലല്ലോ ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ അച്ഛനുമല്ല മഹാത്മാഗാന്ധി. ഫിറോസ് ഗാന്ധി എന്ന് പറയുന്ന ഒരാളായിരുന്നുവെങ്കിൽ ആ ന്യായം പറഞ്ഞിട്ടാണോ? എങ്കിൽ രാജീവ് ഗാന്ധിക്ക് എന്ത് ന്യായം? അതൊക്കെ രാഷ്ട്രീയമായ തട്ടിപ്പുകളാണ്. ഈ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് വാദ്ര വലിയ ബിസിനസ്സുകാരനാണ്, കോടീശ്വരനാണ്. ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ ആസ്തിയുള്ള വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം നടത്തിയ തട്ടിപ്പിനെതിരായി കേസുകൾ വന്നപ്പോൾ BJP ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യം കിട്ടാൻ 170 കോടി റുപ്യ BJPക്ക് സംഭാവന കൊടുത്ത ആളാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിയമം. ഏത് കമ്പനികൾക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി എത്ര കോടി റുപ്യയുടെയും ബോണ്ട് വാങ്ങാം. 1000 കോടി, 500 കോടി ബോണ്ട് വാങ്ങിയിട്ട് ആ ബോണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാം. ഇലക്ട്രൽ ബോണ്ട്. ആ പണം വാങ്ങുന്നതല്ല എന്ന് CPIM തീരുമാനിച്ചു. അതിനെതിരായി സുപ്രീം കോടതിയിൽ കേസും കൊടുത്തു. മറ്റു പാർട്ടികളൊക്കെ വാങ്ങിയ പണം. ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് BJPക്കാ. കാരണം അവരാണല്ലോ കേന്ദ്രഭരണം. കേന്ദ്രഭരണം ഉപയോഗിച്ചാണല്ലോ അവരെ സഹായിക്കാൻ പറ്റുന്നത്. അതിന് തിരിച്ചു കൊടുത്തു കുത്തക മുതലാളിമാർക്ക് BJP ഗവൺമെന്റ്. ഇന്ത്യയിലെ വൻകിട കുത്തക മുതലാളിമാർ വ്യവസായം നടത്തുന്നതിന് വേണ്ടി ബാങ്കുകളിൽ എടുത്ത ലോൺ ലക്ഷക്കണക്കിന് കോടി റുപ്യ കുടിശ്ശികയായി. ആ കുടിശ്ശികയായപ്പോൾ അതെല്ലാം എഴുതിത്തള്ളാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കി പാർലമെന്റ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്നാണ് നിയമത്തിന്റെ പേര്. ആ നിയമം വെച്ച് ബാങ്ക് ലോൺ എഴുതിത്തള്ളാൻ ബാങ്കിന് അധികാരം കൊടുത്തു. ബാങ്കുകാർ അതിന് പേരിട്ടത് ഹെയർ കട്ട് എന്നാണ്. എന്ന് വെച്ചാൽ ബാങ്ക് റെക്കോർഡിൽ വലിയ കുടിശ്ശികയുള്ള തുക ഒരു ചെറിയ തുക അടച്ച് ക്ലീൻ ചെയ്യുക, മുടി വെട്ടിക്കളയുന്ന പോലെ. 14.5 ലക്ഷം കോടി റുപ്യയാണ് മോദി ഭരണകാലത്ത് കുത്തക മുതലാളിമാരുടെ ലോൺ എഴുത്തള്ളിയത്. 14.5 ലക്ഷം കോടി രൂപ. ജനങ്ങളുടെ പണമാണ് ഈ ബാങ്കിലുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ തുക ഏതെങ്കിലും ബാങ്കിൽ നിന്ന് വായ്പ എടുത്താൽ ജീവിത പ്രയാസം കൊണ്ട് അടക്കാൻ കഴിയാതെ വന്നാൽ ഇതുപോലെ സഹായിക്കുന്ന നിയമമുണ്ടോ? സഹായിക്കാറുണ്ടോ വൻകിട കുത്തക മുതലാളിമാർക്ക്? ഏതെല്ലാം എന്നറിയോ? ഉദാഹരണത്തിന് അംബാനി കുടുംബത്തിൽ ഇപ്പോഴത്തെ വലിയ മുതലാളി മുകേഷ് അംബാനിയാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുജൻ അനിൽ അംബാനി ഉണ്ട്. അയാളുടെ ബിസിനസ് ഒക്കെ കുറച്ച് പൊളിഞ്ഞുപോയി. അയാളുടെ ഒരു കമ്പനി റിലയൻസ് ഇൻഫോടെക് IT മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനിയാണ്. ബാങ്കുകളിലെ കടം 47,251 രൂപ കടമായി കുടിശ്ശികയായി. അതെങ്ങനെ സെറ്റിൽ ചെയ്തെന്നറിയോ? ഏട്ടൻ അംബാനിയുടെ കമ്പനി 456 കോടി റുപ്യ കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ 99% ലോൺ എഴുതിത്തള്ളാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു. ബാങ്കുകൾ അംഗീകരിച്ചു. 47,251 കോടി കൊടുക്കേണ്ടടുത്ത് കിട്ടുന്നത് 99 കോടി തിരിച്ചു കിട്ടുന്നത്. 99% നഷ്ടം. ഇങ്ങനെ സഹായം നൽകിയാണ് കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുന്നത്. ഇവരാണ് SBIയുടെ ബോണ്ട് വാങ്ങി, പണം ഡെപ്പോസിറ്റ് ചെയ്ത് ബോണ്ട് വാങ്ങി BJPക്ക് നൽകുന്നത്. ഇലക്ട്രൽ ബോണ്ട്. ബാക്കി ഒട്ടേറെ കമ്പനികളുടെ കണക്ക് എന്റെ അടുത്തുണ്ട്. അലോക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി 29,523 കോടി റുപ്യക്ക് കുടിശ്ശികയാക്കി. ഇതിൽ മുതലും പലിശയും ചേരും. 5,052 കോടി റുപ്യ അടച്ചുകൊണ്ട് 83% തുക വിട്ടുകൊടുത്തു. വാങ്ങിയത് റിലയൻസ് എന്ന് പറയുന്ന അംബാനിയാ വാങ്ങിയത്. DHFL വലിയൊരു കമ്പനിയാ, കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള കമ്പനിയാ. 91,000 കോടി റുപ്യ കുടിശ്ശിക. 37,250 കോടി റുപ്യ അടച്ച് 60% എഴുതി തള്ളി. ആ കമ്പനികൾ വൻകിട കുത്തക കമ്പനികൾ. അവരെ സഹായിക്കുന്ന നയമാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചത്. BJP ഗവൺമെന്റ്. അവരാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് വലിയ സഹായം കൊടുക്കുന്നത്. ആ പണം ഉപയോഗിച്ചാണ് അവർ തെരഞ്ഞെടുപ്പിൽ
പ്രചാരവേല നടത്തുന്നത്, പ്രചരണം നടത്തുന്നത്. കോടാനുകോടി ഉറുപ്പിക കേരളത്തിലെത്തിയില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേന്ദ്രൻ മത്സരിച്ച കാസർഗോഡ് മണ്ഡലത്തിൽ കള്ളപ്പണം എത്തിയെന്ന ആരോപണം ഉണ്ടായില്ലേ? അതിന്റെ പേര് കേസ് ഉണ്ടായില്ലേ? ചാലക്കുടി വെച്ച് കള്ളപ്പണത്തിന്റെ കെട്ട് പിടികൂടിയ കേസുകൾ ഉണ്ടായില്ലേ? ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇതുപോലെ കള്ളപ്പണം വിനിയോഗിച്ചു എന്നുള്ള വാർത്തകൾ വന്നില്ലേ? എങ്ങനെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ, പാവപ്പെട്ടവരുടെ പ്രസ്ഥാനങ്ങൾ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് നേരിടുക എന്നത് വലിയ പ്രശ്നമാണ്. നമുക്കതുപോലെ വലിയ കള്ളപ്പണം കോടാനുകോടി ഉറുപ്പിക സംഭാവന നൽകാൻ ഏതെങ്കിലും മുതലാളിയുണ്ടോ? ഏതെങ്കിലും മുതലാളിയോട് അങ്ങനെ പണം വാങ്ങുന്ന സമ്പ്രദായം നമുക്കില്ല. ഇങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക വാദ്ര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ഫലം എല്ലാവർക്കും അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അവിടെ എല്ലാ തെരഞ്ഞെടുപ്പിലും അവരാ ജയിക്കുന്നത്, കോൺഗ്രസ്സാ ജയിച്ച്. ഒരത്ഭുതമില്ല, അവര് തന്നെ ജയിച്ചു. പാലക്കാട് മണ്ഡലം 2016 ഇപ്പോഴുള്ള നിയോജക മണ്ഡലങ്ങളൊക്കെ രൂപീകരിച്ച്. അതിന് മുമ്പ് ഈ മണ്ഡലത്തിലൊക്കെ പല മറ്റും രൂപത്തിലായിരുന്നു. ഇപ്പോഴത്തെ എലത്തൂർ മണ്ഡലം വന്ന് 2011 അല്ലേ? അതിന് മുമ്പ് വേറെയാണ് ഈ മണ്ഡലത്തിന്റെ പേര്. ആ 2011 മുതൽ പാലക്കാട് മണ്ഡലം LDF ജയിച്ചിട്ടേയില്ല. 2011 മുമ്പ് ആ മണ്ഡലത്തിന്റെ അതിർത്തി വേറെ തരത്തിലായതുകൊണ്ട് LDFന് നല്ല സ്വാധീനമുള്ള ചില പഞ്ചായത്തുകൾ അതിൽ ഉണ്ടായിരുന്നതുകൊണ്ട് 96-ലും 2006-ലും LDF ജയിച്ചിരുന്നു. 11-ന് ശേഷം ജയിച്ചിട്ടേയില്ല. അവിടെയാണ് ഇത്തവണയും കോൺഗ്രസ് ജയിച്ചത്. എന്താ അതിൽ അത്ഭുതം? ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നന്നായി അതിന്റെ രാഷ്ട്രീയം അവിടെ പ്രചരിപ്പിച്ചു. 2021 ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് 2024 ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ കിട്ടി. കോൺഗ്രസ് വിട്ടുവന്ന ഒരു ഡോക്ടർ സരീൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അദ്ദേഹം 2021 LDF സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് വാങ്ങി. പാലക്കാട് മുനിസിപ്പാലിറ്റി, പിന്നെ 3 പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് പാലക്കാട് നഗരസഭ, പാലക്കാട് അസംബ്ലി മണ്ഡലം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് BJPക്ക് വലിയ സ്വാധീനമുള്ളത്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. മെട്രോമാൻ, ഡൽഹി മെട്രോ റെയിൽവേയുടെ ഒക്കെ മുഖ്യ എഞ്ചിനീയറായി പ്രവർത്തിച്ച സമുന്നതനായ ഒരു വ്യക്തിയാണ് ശ്രീധരൻ. അദ്ദേഹം 2ാം സ്ഥാനത്തെത്തി. 1ാം സ്ഥാനത്ത് കോൺഗ്രസ്, 2ാം സ്ഥാനത്ത് BJP. അപ്പോ BJP ജയിക്കുമെന്നൊരു ഭീഷണി അവിടെ എങ്ങനെയുണ്ട്? അവിടെ 2 പഞ്ചായത്തിൽ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. അതിൽ മുസ്ലിം ലീഗിന് കുറച്ച് സ്വാധീനമുണ്ട്. ആ വിഭാഗം ജനങ്ങളെ BJP ഇവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രശ്നം ചൂണ്ടിക്കാണിച്ച് UDFും മുസ്ലിം ലീഗും ഭയപ്പെടുത്തി. നിങ്ങൾ LDFന് വോട്ട് ചെയ്താൽ LDF 3ാം സ്ഥാനത്താണ്, അവർ ജയിക്കില്ല, BJP ജയിച്ചുപോയി. ഇത് ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ടാണ് UDFന് അവിടെ ജയിക്കാൻ സാധിച്ചത്. എങ്കിലും 3 പഞ്ചായത്തുകളിൽ LDF 2ാം സ്ഥാനത്താണ്. 2 പഞ്ചായത്തുകളിൽ LDF 1ാം സ്ഥാനത്താണ്. എഴുതി തള്ളാനൊന്നും പറ്റില്ല. ചേലക്കര LDF ജയിക്കുന്ന സീറ്റാ. 2016 ഈ പ്രദീപാണ് അവിടെ മത്സരിച്ച് ഇപ്പോൾ ജയിച്ച പ്രദീപ്. അന്ന് 6000 ചില്ലാനും വോട്ടാ ഭൂരിപക്ഷം. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ 12,000 വോട്ടിലധികം ഭൂരിപക്ഷം കിട്ടി. രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോ കുറച്ച് വ്യത്യസ്തപ്പെട്ട നില ഉണ്ടായിരുന്നു. രാധാകൃഷ്ണനോടുള്ള വ്യക്തിപരമായ താല്പര്യം കൊണ്ട് കുറച്ചധികം വോട്ട് കിട്ടിയിരുന്നു. പക്ഷെ രാഷ്ട്രീയമായി കിട്ടുന്ന വോട്ടുകൾ ഇത്തവണയും നഷ്ടപ്പെട്ടിട്ടില്ല. വയനാട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ എന്തൊരു പ്രചാരവേലയാണ് ബൂർഷ്വാ മാധ്യമങ്ങൾ നടത്തിയത്. പാലക്കാട്ടെ വിജയത്തെ അങ്ങ് ആഘോഷിച്ച് കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റമാണെന്നൊക്കെ പറഞ്ഞ് വലിയ അപസർപ്പക കഥകൾ, ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചാൽ കിട്ടുന്ന അനുഭൂതി പോലെ ഉണ്ടാക്കുന്ന വാർത്തകളാണ് എഴുതിയത്. നിങ്ങൾ നോക്കൂ, മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ഒരിക്കലും ജനങ്ങളോട് പറയാൻ ഈ മാധ്യമങ്ങൾ തയ്യാറായില്ല. മഹാരാഷ്ട്ര സംസ്ഥാനത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അല്പം നേട്ടമുണ്ടായ സംസ്ഥാനമാണ്. 1960 രൂപം കൊണ്ട ഈ സംസ്ഥാനത്ത് 288 മണ്ഡലങ്ങളുണ്ട്. അവിടെ
കോൺഗ്രസ് 101 സീറ്റിൽ മത്സരിച്ചിട്ട് 16 സീറ്റിലാ ജയിച്ച്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെയാണ് തോറ്റത്. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി ജയിക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ തോറ്റുപോയി. NCP പിറകുപോയി, കോൺഗ്രസ് പിറകുപോയി. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൗഹാൻ തോറ്റു. പരമ്പരാഗതമായ കോൺഗ്രസ് ജയിച്ചു വരുന്ന സീറ്റിൽ. ഇത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാരാഷ്ട്രയിൽ 49 പാർലമെന്റ് സീറ്റുണ്ട്. മഹാരാഷ്ട്രയിൽ 19 രാജ്യസഭാ സീറ്റുകളുണ്ട്. അതിന്റെയൊക്കെ സ്വാധീനം BJPക്ക് ലഭിക്കാനിടയായി. BJP പോലെ ആഹ്ലാദത്തിലായി. എന്തേ ചർച്ച ചെയ്യാത്തത്? മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്ത് പ്രതിപക്ഷ മതേതര പാർട്ടികളെ യോജിപ്പിച്ച് നിർത്തി BJPയെ പരാജയപ്പെടുത്താൻ നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് നേതാക്കന്മാരിൽ പലരും വയനാട്ടിൽ വന്ന് പ്രിയങ്കയുടെ പിന്നാലെ നടക്കുകയായിരുന്നു. ഒരു വയനാട് മണ്ഡലമാണോ പ്രധാനപ്പെട്ടത്? ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്ന നിലപാട് കോൺഗ്രസിനുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കേന്ദ്രീകരിക്കേണ്ടിയിരുന്നില്ലേ? ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിക്കൊണ്ടല്ലേ കോൺഗ്രസിനെ നമ്മൾ കാണേണ്ടത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നേട്ടം BJPക്ക് എതിരായി ഉണ്ടാക്കിയത് ആരാ? കോൺഗ്രസ് അല്ല. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയാണ്. തമിഴ്നാട്ടിൽ DMK ആണ്. പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയാണ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി. പ്രാദേശിക പാർട്ടികളുടെ ചിറകിൽ കടിച്ചു തൂങ്ങിയാണ് ദേശീയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് നിലകൊള്ളുന്നത്. ജാർഖണ്ഡിൽ ജയിച്ചല്ലോ. അവിടെ നേതൃത്വം കൊടുക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന സംസ്ഥാന പാർട്ടിയാണ്. കോൺഗ്രസിന് വലിയ പ്രാധാന്യമില്ല, അതുകൊണ്ടാണ് ജയിച്ചത്. BJPക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. BJPയെ നേരിട്ട് നിന്ന് എതിർത്ത് തോൽപ്പിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഈ ദുർബലതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത്. ഇതിനെക്കുറിച്ച് വല്ല ചർച്ചയുണ്ടോ? എന്തേ അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ഗൗരവമായി വിശകലനം നടത്താത്തത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിരോധം കൊണ്ട്, കേരളത്തിൽ LDFനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന വ്യഗ്രത കൊണ്ട്. അതാണ് പ്രശ്നം. LDF ഇവിടെ പുറകോട്ട് പോവല്ല ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പ്രാവശ്യത്തെ ഭരണം 2001 അധികാരത്തിൽ വന്നതിന് ശേഷം, 2021 അധികാരത്തിൽ വന്നതിന് ശേഷം ജനക്ഷേമ പരിപാടികളുമായി മുന്നോട്ട് പോവുക. 2016 മുതൽ ഈ ഗവൺമെന്റ് നടപ്പാക്കിയ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിലും ഉണ്ടായ നേട്ടങ്ങൾ ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. ഓരോ മേഖലയിലും. വിദ്യാഭ്യാസ മേഖല, 5 വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന നാടാണ് നമ്മുടെ കേരളം. പൊതുവിദ്യാഭ്യാസം, സർക്കാർ സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ വരെ ഉയർന്ന നിലവാരത്തിലെത്തി. പണ്ട് സ്കൂൾ കെട്ടിടങ്ങളൊക്കെ മോശമായിരുന്നു. കിഫ്ബി എന്ന് പറയുന്ന ഒരു പ്രത്യേക കമ്പനി രൂപീകരിച്ച് പണം ശേഖരിച്ച് കേരളത്തിലെ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം മെച്ചപ്പെടുത്തി. സ്മാർട്ട് ക്ലാസ് മുറികൾ ഉണ്ടാക്കി. പഠിക്കാനുള്ള സൗകര്യം വർദ്ധിച്ചപ്പോൾ പണവും സംഭാവനയും ഫീസും കൊടുത്ത് കുട്ടികളെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നവർ അവിടെ നിന്ന് കുട്ടികളെ സർക്കാർ സ്കൂളുകളിലേക്ക് മാറ്റി 4.5 ലക്ഷം കുട്ടികളാ മാറി വന്ന്. പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ച ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ഇതിന് സമാനമായ ഒരു അനുഭവം ഉണ്ടോ? ഒന്ന് അന്വേഷിച്ചു നോക്കൂ. ആരോഗ്യ മേഖല മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു കേരളത്തിൽ. 2020-21 വർഷങ്ങൾ കോവിഡ് വർഷം. വലിയ ദുരന്തം ഉണ്ടായല്ലോ ലോകം മുഴുവൻ. 2019 കോവിഡ് ഇല്ല. 19 കേരളത്തിലുണ്ടായ ആകെ മരണത്തെക്കാൾ എണ്ണം കുറവാണ് കോവിഡ് വ്യാപിച്ച 2020 കേരളത്തിലെ ആകെ മരണം. അതാണ് കേരളം. ഇതിന് സമാനമായ ഒരു സ്റ്റേറ്റ് ഇന്ത്യ രാജ്യത്ത് വേറെയില്ല. ജനങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന അഭിവൃദ്ധികൾ, റോഡുകളുടെ വികസനം, അതിന്റെ പുറമെ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പദ്ധതികൾ, എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പാക്കുന്ന K-Phone പദ്ധതി, എല്ലാ വീടുകളിലും പ്രകൃതിവാതകം പാചകവാതകമായി എത്തിച്ചു കൊടുക്കുന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, ഇതെല്ലാം കേരളത്തിൽ നടപ്പാക്കാൻ പോവുക. നാഷണൽ ഹൈവേ വികസനം ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കുകയായിരുന്നു. ഇപ്പൊ അത് നടപ്പാക്കുക. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ നാഷണൽ ഹൈവേ ഓപ്പൺ ചെയ്തു കൊടുക്കാൻ പറ്റും. മംഗലാപുരം അതിർത്തി തൊട്ട്
തെക്ക് തമിഴ്നാട് അതിർത്തി വരെയുള്ള 450 കിലോമീറ്റർ ദൂരം നാഷണൽ ഹൈവേ പണി തീർക്കാൻ ഭൂമി അക്വയർ ചെയ്യണമായിരുന്നു. ആ അക്വസിഷൻ കോസ്റ്റിന്റെ 40% തുക കേരള സർക്കാർ കൊടുക്കണമെന്ന് കേന്ദ്രം ശഠിച്ചു. മറ്റൊരു സംസ്ഥാനത്തോട് ഈ നിബന്ധന അവലംബിച്ചിട്ടില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ റോഡാ, നാഷണൽ ഹൈവേയാ. നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനമായി നേതൃത്വം കൊടുക്കുന്നത്. എന്താ നമ്മളോട് പറഞ്ഞ്? കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് പണം നിങ്ങൾ വരണം. അത് കൊടുത്തില്ലെങ്കിൽ ഈ റോഡില്ല. 5400 കോടി ഉറുപ്പിക നമ്മൾ മുടക്കിയിട്ടാണ് ഈ റോഡ് ഉണ്ടാവുന്നത്. എങ്കിലും ആ റോഡിന്റെ പണി പൂർത്തിയാവാൻ പോവുക. സാമൂഹ്യക്ഷേമ പെൻഷൻ 60 ലക്ഷത്തിലധികം പേർക്ക്. 2001 സാമൂഹ്യക്ഷേമ പെൻഷൻ 300 രൂപയായിരുന്നു ഏതാനും പേർക്ക്. ആന്റണി മുഖ്യമന്ത്രിയാവുന്ന കാലത്ത് വല്ല വർധനവും ഉണ്ടാക്കിയോ? 21 മാസം കുടിശ്ശികയാക്കിയിട്ടാണ് ആന്റണി 2006 ഭരണം ഒഴിഞ്ഞു പോയത്. ആന്റണിയും ഉമ്മൻചാണ്ടിയും ചേർന്ന് 2006 LDF വന്നു. VS മുഖ്യമന്ത്രി കുടിശ്ശിക തീർത്തതിനു ശേഷം പെൻഷൻ 600 രൂപയാക്കി. 2011 ആ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ഒരു പൈസ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല, കൃത്യമായി കൊടുത്തിരുന്നു. 11 UDF ജയിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നു, ഒരു പൈസ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. 18 മാസം കുടിശ്ശികയാക്കിയിട്ടാ പോയത്. അന്ന് പെൻഷൻ കിട്ടണമെങ്കിൽ ട്രഷറി പോണായിരുന്നു. അവിടെ ചെന്നാൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കണം, ചിലപ്പോൾ തിരിച്ചു പോരണം. എത്രയാണ് ഈ വൃദ്ധജനങ്ങൾ കഷ്ടപ്പെട്ടത്? 2016 തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചു. പിണറായി മുഖ്യമന്ത്രിയായി ഗവൺമെന്റ് വന്നു. ആദ്യം കുടിശ്ശിക തീർത്തു. അതിനുശേഷം ഒറ്റയടിക്ക് പെൻഷൻ 1600 രൂപയാക്കി. അപ്പോഴേക്ക് പെൻഷൻകാരുടെ എണ്ണം 60 ലക്ഷമായി. കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നതും വികസന പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ നടത്തുന്നതും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നു വരുന്നതുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടാൻ ഇടയാക്കുന്നു എന്ന് മനസ്സിലാക്കിയ കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കളും ഈ സംസ്ഥാനത്തെ ഭരണം സ്തംഭിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് നടത്തിയത്. അതിന്റെ ഭാഗമാണ് കേന്ദ്രത്തിന്റെ നടപടി. നമുക്കുള്ള പണം, കേന്ദ്ര വിഹിതമായി കിട്ടേണ്ട സമ്പത്ത് ബോധപൂർവം കുറച്ചു കൊണ്ടുവരിക. കേരളത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒന്ന് വിൽപ്പന നികുതിയാണ്. ഓരോ ചരക്ക് വിൽക്കുമ്പോഴും കടകളിൽ വിൽപ്പന നടത്തുമ്പോൾ അതിന്റെ മേലൊരു നികുതി ചുമത്തും. പണ്ടത് സെയിൽ ടാക്സ് ആയിരുന്നു. പിന്നീട് അത് വാല്യൂ ആഡഡ് ടാക്സ് എന്ന പേരിലേക്ക് മാറി, വാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ GST ആണ്, ദേശീയ തലത്തിൽ ഒറ്റ നികുതിയാണ്. അത് കേരളത്തിലെ വിൽപ്പനക്കനുസരിച്ച് നമുക്കൊരു ഒരു വരുമാനം കിട്ടും. അത് മാത്രമല്ല നമ്മുടെ വരുമാനം. ഇന്ത്യയിൽ ഏറ്റവും വലിയ നികുതി എന്ന് പറയുന്നത് സെൻട്രൽ എക്സൈസ് നികുതിയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും, മൊട്ടുസൂചി മുതൽ മോട്ടോർ വാഹനങ്ങൾ വരെ, ഓരോ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, വാഹനങ്ങൾ എല്ലാറ്റിന്റെ മേലെ ഇന്ത്യ ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് നികുതി. ആ നികുതി ഒരിക്കലും ഷീട്ട് കൊടുത്ത് വാങ്ങുന്നതല്ല, നികുതി കൂടി ചേർന്നതാണ് അതിന്റെ വില. ഒരിക്കലും നമുക്ക് എത്രയാ നികുതി എന്നറിയില്ല. അത് പാർലമെന്റ് അംഗീകരിച്ച ആ വ്യവസ്ഥ അനുസരിച്ച് നികുതി കൊടുക്കണം. ആ നികുതി തുക അടച്ചതിന് ശേഷം മാത്രമേ കമ്പനികൾ അവരുടെ ഉൽപ്പന്നം പുറത്തെടുക്കാൻ പാടുള്ളൂ. കർശന നിയമമാണ്. ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക കേന്ദ്രത്തിന് കിട്ടുക. ആ കേന്ദ്ര ഗവൺമെന്റ് ഈ വരുമാനത്തിന്റെ 42%, 100 രൂപ കിട്ടിയ 42 രൂപ സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് നൽകണമെന്ന് ഭരണഘടനയിൽ വ്യവസ്ഥയിട്ട്. ആ ഭരണഘടനാ വ്യവസ്ഥ നടപ്പാക്കാൻ ഒരു കമ്മീഷൻ നിശ്ചയിക്കും കേന്ദ്ര ഗവൺമെന്റ്, ഫിനാൻസ് കമ്മീഷൻ. അവരാണ് വീതം നിശ്ചയിക്കുക. 4 കൊല്ലം മുമ്പ് വരെ കേരളത്തിന് കിട്ടിയിരുന്ന വിഹിതം കേന്ദ്രം വീതിക്കുന്ന തുകയുടെ 3.9%. 100 രൂപ വീതിക്കുകയാണെങ്കിൽ 3 രൂപ 90 പൈസ കേരളത്തിന്. കഴിഞ്ഞ 2 കൊല്ലമായി ആ വിഹിതം 1.9%ആയി കേന്ദ്രം കുറച്ചു. 1 രൂപ 90 പൈസ തോതിൽ. എന്ത് ന്യായത്തിൽ? എന്തിനാണ് ഇത് കുറച്ചത്? നമ്മളെ കഷ്ടപ്പെടുത്താൻ. നിങ്ങളിങ്ങനെ പെൻഷൻ കൊടുത്ത് വോട്ട് വാങ്ങണ്ട. നിങ്ങളിങ്ങനെ സ്കൂൾ കെട്ടിടങ്ങൾ നന്നാക്കി, ആശുപത്രികൾ നന്നാക്കി, വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ വാങ്ങണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് തുടർ ഭരണം കിട്ടിയപ്പോൾ ഇവർക്കെല്ലാം സങ്കടമായി, വലിയ പ്രയാസമായി. അല്ലെങ്കിൽ മാറി മാറി വരുമല്ലോ. മാത്രമല്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളെയും നമ്മൾ വിമർശിക്കുന്നു, സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്നു, പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. പാർലമെന്റ് പാസാക്കിയ കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഒരു ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് LDF പോകുന്നത്.
ഇവിടെ വർഗീയ കലാപങ്ങളില്ല. ഇന്ത്യയിൽ പലയിടത്തും ആരാധനാലയങ്ങളുടെ പേരിൽ, ലവ് ജിഹാദിന്റെ പേരിൽ, പശുവിന്റെ പേരിൽ കലാപങ്ങളും കൊലപാതകങ്ങളും. ഒരു വർഷത്തിലേറെയായി മണിപ്പൂരിൽ വംശീയ കലാപമാണ്. അത് ശമിക്കുന്നില്ല. പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. എത്ര മനുഷ്യർ മരിച്ചു എന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല. പലയിടത്തും പ്രശ്നങ്ങളാണ്. മതനിരപേക്ഷതയെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്. വർഷിപ്പ് പ്ലേസസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് അതിന്റെ പേര്. ആരാധനാലയങ്ങളുടെ സംരക്ഷണ നിയമം. അത് ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടാക്കിയ ഒരു നിയമമാണ്. ബാബറി മസ്ജിദിന് ബാധകമായിരുന്നില്ല നിയമം. ഇന്ത്യയിൽ ആരാധനാലയങ്ങൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ, ചർച്ചുകൾ എവിടെയെങ്കിലും എല്ലാം ഉണ്ടോ അതെല്ലാം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാണോ ഉള്ളത്, 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം. അന്ന് അതിന്റെ സ്ഥിതി എന്താണ്, ആരുടെ കൈവശത്തിലാണ്, അത് അതേപടി തുടരേണ്ടതാണെന്നാണ് വർഷിപ്പ് പ്ലേസസ് പ്രൊട്ടക്ഷൻ ആക്ട് പാർലമെന്റ് പാസാക്കിയ നിയമം. ബാബറി മസ്ജിദിന്റെ തർക്കം പോലെ ഒരു തർക്കം ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ നിയമം ഉണ്ടാക്കിയത്. പിന്നീട് വർഗീയ കലാപങ്ങൾ ഇല്ലാതിരിക്കാൻ, മനുഷ്യന് സമാധാനപരമായി ജീവിക്കാൻ. ആ നിയമം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ മുസ്ലിം പള്ളികൾക്ക് നേരെ അവകാശവാദങ്ങൾ വരുന്നത്. ഉത്തർപ്രദേശിൽ ഒരു പള്ളി സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് RSSകാർ കോടതിയിൽ പോയി. കോടതി ഉടനെ ഉത്തരവ് കൊടുക്കുന്നു. അപ്പൊ ഈ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് എന്താ വരാ? രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ വലിയ മുസ്ലിം വിഭാഗം വലിയ ബഹുമാനത്തോടെ കാണുന്ന ഒരു ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. അജ്മീർ ദർഗ. ഒരുപാട് ആളുകൾ തീർത്ഥാടനത്തിന് പോകുന്ന ഒരു പുണ്യകേന്ദ്രമെന്ന് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ്. അത് പണ്ട് ശിവക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സർവേ നടത്തണമെന്ന് ഒരു കമ്മിറ്റി കോടതിയിൽ ഹർജി കൊടുത്തു. കോടതി ഉത്തരവിറക്കാൻ പോവാ. ഈ നിലയിൽ സ്ഥിതിഗതികൾ വന്നാൽ എവിടെ എത്തും നമ്മുടെ നാട്? വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ മനുഷ്യർ മതത്തിന്റെ പേരിൽ ചേരിതിരിയുന്നു, ജീവിത പ്രശ്നങ്ങൾ മറക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ ഇന്ത്യയിലെ BJP ഗവൺമെന്റ് പാവപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു. 6 കോടി തൊഴിലാളികളുടെ പേരാണ് ഇപ്പൊ വെട്ടിക്കളഞ്ഞത്. പണം ചുരുക്കുന്നു. കേരളത്തിലും അത് ബാധിക്കും, മനുഷ്യരെ ബാധിക്കുന്ന. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം പോയി. വില കയറിക്കൊണ്ടേയിരിക്കുക. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ പാചകവാതകം തുടങ്ങിയവയ്ക്ക് വില കൂടാൻ ഒരു കാരണം പറഞ്ഞിരുന്നു, റഷ്യ-ഉക്രൈൻ യുദ്ധം. അന്തർദേശീയ വില കൂടുന്നു. അതുകൊണ്ടാണ് റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോ റഷ്യ എന്നുള്ള എണ്ണ വാങ്ങുന്നത് യൂറോപ്യന്മാർ നിർത്തി, ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തി. അപ്പൊ റഷ്യ വില കുറച്ച് എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞു. അന്തർദേശീയ കമ്പോളത്തിൽ അതിന്റെ വില അങ്ങ് കുറഞ്ഞു. ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്, അസംസ്കൃത എണ്ണയ്ക്ക്, ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 145 ലിറ്ററാണ്. 151 ലിറ്റർ, $145 ആയിരുന്നു വില. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 85 രൂപ. അത് $90-80 ഒക്കെ ആയിട്ട് അങ്ങ് കുറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ ഡീസലിനും പെട്രോളിനും വില കുറയുന്നില്ല? ഇന്ത്യയിൽ പൊതുമേഖലയിൽ മാത്രമല്ല പെട്രോളിയം കമ്പനികൾ. അംബാനിയുടെ കമ്പനിയുണ്ട്, SR എന്ന് പറയുന്ന വേറെ കമ്പനിയുണ്ട്, പല സ്വകാര്യ മുതലാളിമാരും വന്നിട്ടുണ്ട്. അവർക്ക് ലാഭം കുറയാതിരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. ജനങ്ങൾക്കൊരു ആനുകൂല്യം കൊടുക്കുന്നില്ല. കൃഷിക്കാർ ഇപ്പോഴും സമരത്തിലാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നിശ്ചയിക്കാൻ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറല്ല. കർഷക ആത്മഹത്യകൾ ഇപ്പോഴും തുടരുന്നു. തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ ദേശീയ വരുമാനം ഇടിയുന്നു. പുതിയ വ്യവസായങ്ങൾ വരുന്നില്ല. മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, എന്തെല്ലാം മുദ്രാവാക്യങ്ങളാ മോദി മുഴക്കിയത്? വികസിത ഭാരത്. പക്ഷേ നിക്ഷേപങ്ങൾ കുറയുന്നു. ജനങ്ങൾക്ക് ഇതൊന്നും വാങ്ങാനുള്ള കഴിവില്ല. ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. ഇതാണ് രാജ്യത്തിന്റെ സ്ഥിതി. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് വരുന്നത്, സമരത്തിലേക്ക് വരുന്നത്. കർഷകരും തൊഴിലാളികളും ചേർന്ന് കഴിഞ്ഞ 26-ാം തീയതി വലിയൊരു സമരം രാജ്യത്ത് നടത്തി. പലയിടത്തും ഇതുപോലുള്ള സമരങ്ങൾ വരുന്നു.
സർക്കാർ നയങ്ങൾക്കെതിരെ ജനങ്ങൾ ഒരുമിച്ച് വരുന്നതിനെ തടയാൻ ഏറ്റവും നല്ല മരുന്നാണ് ജാതി മതത്തിന്റെ പേരിൽ ഭിന്നതയുണ്ടാക്കുക, കലാപം ഉണ്ടാക്കുക. അതിനുവേണ്ടിയാണ് ഈ വർഗീയത ആളിക്കത്തിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും മതക്കാരെ സംരക്ഷിക്കാനോ ആരുടെയെങ്കിലും വിശ്വാസം സംരക്ഷിക്കാനോ ഏതെങ്കിലും സംസ്കാരത്തെ സംരക്ഷിക്കാനോ ഒന്നുമല്ല. ഇതാണ് അവസ്ഥ. ഈ രാഷ്ട്രീയം ശരിയായ നിലയിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഈ കാലഘട്ടം നമ്മൾ ചെയ്യേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെല്ലാം ബദൽ നയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ അതുകൊണ്ടാണ് വർഗീയ കലാപങ്ങൾ ഇല്ലാത്തത്, മതനിരപേക്ഷത ഭദ്രമായി നിൽക്കുന്നത്. അതോടൊപ്പം മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധത്തിൽ കേരളത്തെ ഒരു വികസിത സംസ്ഥാനത്തിന്റെ നിലവാരത്തിലേക്ക് പതുക്കെ പതുക്കെ കൈപിടിച്ചുയർത്താനാണ് ഈ സർക്കാർ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോവുക. സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുക, അത് വലിയ വാർത്തകൾ കൊടുക്കുക. ഇതുവരെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണത്തിന് തെളിവുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? കോടതികളൊന്നും LDF അല്ലല്ലോ ഭരിക്കുന്നത്. പണ്ടത്തെ ഒരു SNC ലാവലിംഗ് കേസ് ഉണ്ടായിരുന്നു, CBI അന്വേഷിച്ചു. എത്ര ഗൂഢാലോചന നടത്തിയാണ് കേസ് ഉണ്ടാക്കിയതെന്നുള്ള ചരിത്രമൊക്കെ പറയാൻ പോയാൽ ഒരുപാട് സമയം വേണം, ഞാൻ പറയുന്നില്ല. പിണറായി വിജയനെ പ്രതിയാക്കിക്കൊണ്ടായിരുന്നു ആ കേസ്. പിണറായി വിജയൻ കേരളത്തിലെ വൈദ്യുതി വകുപ്പിന്റെ മന്ത്രിയായിരുന്നു 1996 സർക്കാരിൽ, നയനാർ ഗവൺമെന്റിൽ. SNC ലാവലിൻ എന്ന കമ്പനിയുമായി കേരളത്തിലെ വൈദ്യുതി പദ്ധതി പരിഷ്കരിക്കാനുള്ള കരാർ ഉണ്ടാക്കിയത് 96 മുമ്പ് 1991 തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന കാർത്തികേയനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് കരാർ ഉണ്ടാക്കിയത്. അത് നടപ്പാക്കിയതാണ് പിണറായി വിജയൻ മന്ത്രി. സർക്കാർ എന്ന് പറഞ്ഞ ഒരു തുടർച്ചയാണ്. ഒരു ഗവൺമെന്റ് ഒപ്പിട്ട കരാർ അടുത്ത ഗവൺമെന്റ് രൂപം നടപ്പാക്കും. അങ്ങനെയാണ് അതിന്റെ പതിവ്. അതിനാണ് ആരോപണം കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി 91, 96 കാലത്ത് ഭരിക്കുമ്പോ ഉമ്മൻചാണ്ടി വിജിലൻസ് അന്വേഷണത്തോട് വിട്ടു. തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് വിജിലൻസ് ഡയറക്ടർ ഇതിൽ യാതൊരു കഴമ്പുമില്ല ഈ ആരോപണത്തിൽ നിന്ന് എഴുതി കൊടുത്തു. അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. അത് അവസാനിപ്പിക്കാതെ 2001-2006 കാലത്ത് 2006 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടാൻ ഈ ആരോപണം ഒരു രാഷ്ട്രീയ ആയുധമാക്കി CBI അന്വേഷണത്തിന് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണ് CBI അന്വേഷണം വന്നത്. CBI അന്വേഷണം നടത്തി റിപ്പോർട്ട് കോടതി കൊടുത്തു. കേരള ഹൈക്കോടതിയെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് അതിനെതിരായി CBI സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. അവർക്ക് കേസിന് തെളിവായി യാതൊന്നും ഹാജരാക്കാൻ പറ്റുന്നില്ല. അവരുടെ വക്കീൽ കോടതിയിൽ ഹാജരായി ഇങ്ങനെ നീട്ടിവെക്കണം എന്ന് പറഞ്ഞു കൊണ്ടുപോവുക. നമ്മൾ കാണുന്നല്ലേ ഇത്. തിരുവനന്തപുരം വിമാനത്താവളം ആസ്ഥാനമാക്കി നടന്ന കള്ളക്കടത്ത്, അതിന് മുഖ്യമന്ത്രിയോ കേരള സർക്കാരോ എന്തു പഴിച്ചു? വിമാനത്താവളത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളാണ്. അതിന്റെ സുരക്ഷ കേന്ദ്ര പട്ടാളത്തിനാണ്. CISF എന്ന് പറയുന്ന പോലീസാണ് അവിടെ പലപ്പോഴും ഉണ്ടാവുക, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, കേന്ദ്ര പോലീസ്. കേരള പോലീസിന് ഒരു റോളും ഇല്ല. 2, വെളിയിൽ നിന്ന് വരുന്ന യാത്രക്കാർ കൊണ്ടുവരുന്ന ചരക്കുകൾ നികുതി അടച്ചിട്ടാണോ കൊണ്ടുവരുന്നതെന്ന് പരിശോധിക്കുന്നത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. കേരളത്തിന് കസ്റ്റംസിന്റെ മേലെ ഒരു നിയന്ത്രണവുമില്ല. പിന്നെ എയർപോർട്ടിന്റെ മൊത്തം ഭരണ ചുമതല എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ്. അത് കേന്ദ്രത്തിന്റെ കീഴിലാണ്. പിന്നെ അവിടെ അതിനുള്ളിൽ കള്ളക്കടത്ത് നടന്നതിന് കേരള ഗവൺമെന്റ് എന്ത് പഴിച്ചു? എത്ര കാലമാണ് അതിന്റെ പ്രചരണം നടത്തിയത്? ബിരിയാണി ചെമ്പിൽ സ്വർണവുമായി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന അപസർപ്പക കഥകളെപ്പോലുള്ള കഥകൾ പ്രചരിപ്പിച്ചില്ലേ? വല്ല വസ്തുതയുണ്ടോ? എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ സാധിച്ചോ കോടതികൾക്ക് മുമ്പിൽ? പത്രങ്ങൾ ഇങ്ങനെ വെണ്ടക്ക നിരത്തുക, ഇത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുമല്ലോ, അത് മാത്രം. അല്ലാതെ മറ്റെന്തുണ്ടായി? റോഡുകളിലെ ട്രാഫിക് നിയമലംഘനം പരിശോധിക്കാൻ ഒരു പ്രത്യേകതരം ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്ന ഒരു പദ്ധതി നടപ്പാക്കി. AI ക്യാമറ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കുന്ന ക്യാമറകളുണ്ട്. വളരെ ദൂരത്തുള്ള ചിത്രങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ക്യാമറകൾ സ്ഥാപിച്ചു. ഒരുപാട് കേസുകൾ പിടിക്കാൻ കഴിഞ്ഞു. നിയമലംഘനം തടയാൻ സാധിച്ചു. അതിൽ അഴിമതി ഉണ്ടെന്ന് ആരോപണം വന്നു. കെൽട്രോണിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചു നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം. തള്ളിക്കളഞ്ഞില്ലേ കോടതി? ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചോ? പക്ഷേ എത്ര ദിവസങ്ങളാണ് പത്രത്തിൽ തലക്കെട്ടെഴുതിയത്? അതേ അവർക്ക് ആവശ്യമുള്ളൂ, പത്രങ്ങൾ തലക്കെട്ടാക്കുക.
ടെലിവിഷൻ ചാനലുകളിൽ കുറെ ആളുകൾ ഇരുന്ന് ദിവസങ്ങളോളം ചർച്ച നടത്തുക, LDF-നെ പ്രതിക്കൂട്ടിലാക്കിയിട്ട്. നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രി അങ്ങനെ പെരുമാറുന്നു, ഇങ്ങനെ പെരുമാറുന്നു, പരുഷമായി സംസാരിക്കുന്നു എന്നെല്ലാമുള്ള ആക്ഷേപങ്ങൾ എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ കടന്നു വന്ന പത്രക്കാരോട് നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞു. പത്രസമ്മേളനം വിളിച്ചിട്ടില്ല, പത്രക്കാർ പങ്കെടുക്കേണ്ട മീറ്റിംഗ് അല്ല, അവർക്ക് അറിയിപ്പില്ല, അവരങ്ങനെ ഇടിച്ചു കയറി വന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട, നിങ്ങൾ പോകണം എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? അതിന് കണക്കു പുറത്ത് മുഖ്യമന്ത്രി ആക്രോശിച്ചു. മുഖ്യമന്ത്രി അങ്ങനെ പറയാവോ? എത്ര കാലം ചർച്ച ചെയ്തു, ഇപ്പോഴും ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയാൽ. എന്നാൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറയാ, BJP-ക്കെതിരായി വാർത്ത എഴുതിയ ഒരൊറ്റ എണ്ണത്തിനെയും വെറുതെ വിടില്ല, നിങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്യും. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് ഈ ഭീഷണിപ്പെടുത്തിയത്. ആർക്കെങ്കിലും പരാതി ഉണ്ടായോ? ആരെങ്കിലും വാർത്തയാക്കിയോ? ഏതെങ്കിലും പത്രത്തിന് എന്തെങ്കിലും പ്രയാസം തോന്നിയോ? എങ്ങനെയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് പെരുമാറുന്നത് എന്നതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കേട്ടും കണ്ടും വായിച്ചും ഒരു തെറ്റിദ്ധാരണയിലേക്കും പോണ്ട, നമ്മൾ ശരിയായി പ്രവർത്തിക്കുന്നു എന്നാണ് അതിന്റെ തെളിവ്, അതിന്റെ ഉദാഹരണം. ജനക്ഷേമ പദ്ധതികളുമായി ശരിയായ നിലയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള വ്യവസായ പദ്ധതികൾ വരുന്നു, പൊതുമേഖലകൾ സംരക്ഷിക്കപ്പെടുന്നു. കേരളത്തിൽ അഴിമതിരഹിതമായ ഭരണം നടക്കുന്നു. കേരളം മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും ജീവിക്കാൻ സുരക്ഷിതത്വമുള്ള സംസ്ഥാനമാണ്. ഇവിടെ വർഗീയ കലാപങ്ങളില്ല. ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയ തീവ്രവാദികളുമായി പോലും LDF-നെ പരാജയപ്പെടുത്താൻ കൂട്ടുകൂടാം എന്ന നിലയിലേക്ക് UDF പോകുന്നതാണ് ആപൽക്കരമായ സാഹചര്യം. RSS-ന്റെ കാര്യം ഞാൻ പറഞ്ഞു. അവരുടെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റുക എന്നതാണ്. ആ RSS ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ മതനിരപേക്ഷതയുടെ ഐക്യമുണ്ടാക്കേണ്ട സ്ഥാനത്ത് LDF-നോടുള്ള വിരോധം കൊണ്ട് UDF എവിടേക്കാ പോകുന്നത്? മുസ്ലിം തീവ്രവാദികളുമായി കൂട്ടുകൂടാൻ. ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള കക്ഷികൾ. RSS-ന്റെ മുദ്രാവാക്യം ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടേത് എന്താ? ഇസ്ലാമിക രാഷ്ട്രം. SDPI ആരാ? ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ ആശയം പ്രചരിപ്പിക്കുന്ന പാർട്ടി. പാലക്കാട് അവരല്ലേ ആദ്യം പ്രകടനം നടത്തിയത്? കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് SDPI. ഞങ്ങൾ 10,000 വോട്ടുകൾ കോൺഗ്രസിന് ചെയ്തു കൊടുത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പൊ 18,000 ഭൂരിപക്ഷത്തിൽ 10,000 കിഴിച്ചാൽ പഴയ ഭൂരിപക്ഷം ഇല്ലല്ലോ UDF-ന്. ഇത്തരം തീവ്രവാദ ശക്തികളുമായി ബന്ധപ്പെടാവോ? എന്ത് ന്യായമാണുള്ളത്? ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ഇടതുപക്ഷ പാർട്ടി നേതാക്കന്മാരും വിമർശിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരുന്നു, ഇത് ആപൽക്കരമായ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞപ്പോ ലീഗിന് വല്ലാതെ നൊന്തു. ചില ലീഗ് നേതാക്കന്മാർ പറഞ്ഞു, തങ്ങളെ വിമർശിക്കാൻ പാടില്ല. തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ആത്മീയ നേതാവാണോ? ആത്മീയ നേതാവാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റാണ്. ആ പാർട്ടി കൂടി ഉൾക്കൊള്ളുന്നതാണ് UDF എന്ന് പറയുന്ന രാഷ്ട്രീയ മുന്നണി. അതിന്റെ രാഷ്ട്രീയ നിലപാടിനെ വിമർശിക്കുമ്പോൾ UDF നേതാക്കന്മാരുടെ പേര് പരാമർശിക്കേണ്ടി വരും. അങ്ങനെ പരാമർശിക്കപ്പെടുന്നതിൽ എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്ത് മാറി നിൽക്കുക, മത നേതാവായി നിന്നുക. മത നേതാക്കന്മാർ എത്ര പേരുണ്ട് ഈ രാജ്യത്ത്? ആരെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? ആരെങ്കിലും പേര് പറയുന്നുണ്ടോ? അതിനപ്പുറം പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആ തിട്ടൂരത്തിന് വഴങ്ങാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPI-യോ സന്നദ്ധമല്ല എന്ന് ലീഗ് മനസ്സിലായിക്കൊള്ളണം. എല്ലാ തീവ്രവാദ സംഘടനകളും മനസ്സിലായിക്കൊള്ളണം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വർഗീയതക്കെതിരായി സംസാരിക്കുമ്പോൾ എല്ലാ തരം വർഗീയതയും എതിർത്തുകൊണ്ടേ പോകാൻ സാധിക്കും. ഭൂരിപക്ഷ മതത്തിന്റെ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള RSS-ന്റെ ആപൽക്കരമായ നീക്കത്തെ ന്യൂനപക്ഷത്തിന്റെ മതരാഷ്ട്രം എന്ന മുദ്രാവാക്യം മുഴക്കുന്നവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് പരാജയപ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കലും ആ നിലപാടോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇതൊക്കെ എത്രയോ മുമ്പ്
LDF-ഉം CPIM-ഉം വ്യക്തമാക്കിയതാ. ഇതിനേക്കാളൊക്കെ ശക്തി നിലവിലുണ്ടായിരുന്ന കാലത്ത് ഇതുപോലെ വെല്ലുവിളിച്ചിട്ട് ഇടതുപക്ഷം വഴങ്ങിയിട്ടില്ല. ഇപ്പൊ ആ പുതിയ വെല്ലുവിളിയായിട്ടൊന്നും വരണ്ട. ഇന്ത്യ രാജ്യം ഇന്ന് നേരിടുന്ന വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാ, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ. BJPക്ക് ഒരു തരത്തിലും ആ ജീവിത പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കാൻ ഒരു ആലോചനയുമില്ല, പരിപാടിയുമില്ല. ഇപ്പൊ പുതിയ ബജറ്റ് വന്നു. ജനങ്ങൾക്ക് വേണ്ടി എന്താ ഉള്ളത്? വിലക്കയറ്റം തടയാൻ എന്താ ഉള്ളത്? പൊതുവിതരണം ശക്തിപ്പെടുത്താൻ എന്താ ഉള്ളത്? കൃഷിക്കാരെ സംരക്ഷിക്കാൻ എന്താ ഉള്ളത്? ഒരു നയവുമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ബദൽ പരിപാടിയുമായിട്ട് പോകാൻ LDF-ന് മാത്രമേ സാധിക്കുന്നുള്ളൂ. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപിന്തുണ വർദ്ധിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കര വിജയം. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭരണ നയങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുന്നു, ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബൂർഷ്വാ മാധ്യമങ്ങളുടെ എല്ലാ പ്രചാരവേലകളെയും അതിജീവിച്ച് മുന്നേറാൻ നമ്മൾ ജാഗ്രത കാണിക്കണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദനങ്ങൾ.